മഴ പെയ്യിപ്പിക്കുന്നത് ഒരു ഔലിയയുടെ ഡ്യൂട്ടിയാണോ? അരുവി ഒഴിക്കുന്നത് ഔലിയയുടെ ഡ്യൂട്ടിയാണോ? മക്കയിലെ പക്കാ മുശ്രിക്കായ അബൂജഹലടക്കം പറഞ്ഞിരുന്നത് എന്താണ്? ആരാണ് ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ആ പ്രഖ്യാപനത്തിന് വരെ ഘടകവിരുദ്ധമായ ആശയങ്ങളല്ലേ ഇത് പറയുമ്പോ ചിലരെന്താ പറയാറിയോ? അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് മൗലവി, അത് ശൈഖ് ജീലാനിക്ക് അല്ലാഹ് കൊടുത്ത കഴിവാണ്. ആര് പറഞ്ഞു നിന്നോട്? അങ്ങനെ ഒരു കഴിവ് ഔലിയാക്കന്മാർക്ക് അമ്പിയാക്കന്മാർക്ക് കൊടുത്തു എന്ന് പ്രമാണബദ്ധമായി സ്ഥാപിക്കാൻ ആർക്ക് കഴിയും? ലാത്തയോട് തേടിയ, ഉസ്സയോട് തേടിയ, മനാത്തയോട് തേടിയ മക്കയിലേക്ക്, അറേബ്യയുടെ മണ്ണിലേക്ക്, കഅബയുടെ അടുക്കലേക്ക് ആദ്യമായി പേറി ഷാമിന്റെ മണ്ണിൽ നിന്ന് കച്ചവട സംഘം കൊണ്ടുവന്ന ആദ്യത്തെ ബിംബമാണ് ഹുബുൽ. ആ ഹുബുൽ മുതൽ 300 ചില്ലാനം ബിംബങ്ങൾ വരെ കഅബയുടെ ഉള്ളിലും പുറത്തുമായി നാട്ടിവെച്ചുകൊണ്ട് അവരോട് തേടിയിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് അവരൊക്കെ റബ്ബ് കൊടുത്ത കഴിവിൽ നിന്ന് തന്നെയാണ് തേടുന്നത് എന്നാണ്. ലാത്തക്കും ഉസ്സക്കും സ്വയം കഴിവുണ്ട് എന്ന് അവർ വാദിച്ചിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ ഒരു മറുപടിയായി വരുന്ന ഉസ്താദന്മാർ പറയാറുള്ളത് അവരൊക്കെ അവരുടെ ആരാധ്യന്മാരെ ഇലാഹാക്കി എന്നാണ്. അവരൊക്കെ ആരാധ്യന്മാരെ ഇലാഹാക്കി എന്നാണ്. എന്നിട്ട് അതിന് തെളിവായി ഓതാറുള്ള ആയത്തേതാണ് അജഅലല്ലാലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഈ മുഹമ്മദ് എന്തൊരു പണിയാണ് ചെയ്യുന്നത്? എല്ലാ ആരാധ്യന്മാരെയും ഒറ്റ ആരാധ്യനാക്കി മാറ്റിയോ എന്നാണ്. ഇലാഹി എന്നുള്ള പേരിട്ടാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. അതെവിടെയാണ് തഅരീഫുള്ളത്? എന്റെ സഹോദര, എന്റെ സഹോദരി, റബ്ബിന് കൊടുക്കേണ്ട ആരാധനകൾ നീ എന്ത് ഡെഫിനിഷൻ വെച്ചല്ലാത്തവരോട് ചോദിച്ചാലും ആ വിഷയത്തിൽ നീ അവരെ ഇലാഹാക്കി എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ അവർ ആരാധ്യന്മാരെ ഇലാഹ് എന്ന് വിളിച്ചത് അല്ലാഹുവിനെ പോലത്തെ ഇലാഹ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ആകാശത്തിന്റെ താഴെ ഒരു കിതാബ് കൊണ്ടും തെളിയിക്കാൻ ആർക്കും കഴിയില്ല. വെല്ലുവിളിക്കണം. അവർ ഇലാഹി എന്ന് ലാത്തയെ പേരിട്ട് വിളിച്ചത്, ഇബ്രാഹിം നബിയെ ഇലാഹി എന്ന് വിളിച്ചത്, ഉസ്സയെ ഇലാഹി എന്ന് വിളിച്ചത് അല്ലാഹുവിനെ പോലത്തെ ഇലാഹാണ് എന്ന് അല്ല എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നില്ലേ? അങ്ങനെ അല്ലാഹുവിനെ പോലത്തെ ഇലാഹുണ്ട് എന്ന് വാദിച്ച ഒരു പടപ്പും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. എന്നാൽ അവർ ഇലാഹി എന്ന് പറഞ്ഞത് ഏതർത്ഥത്തില്? അവരുടെ ചില ആരാധനകൾ സമർപ്പിക്കുന്ന ആരാധ്യന്മാർ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ അല്ലാഹുവിനെ പോലത്തെ ഇലാഹ് എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ അവരുടെ വാദങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ശിർക്കുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം. അല്ലാതെ ഷിയാക്കൾക്ക് ഇനി ഒരു മുസ്ഹഫ് അലി എന്ന് പറയുന്ന ഒരു മുസ്ഹഫിനെ കാത്തിരിക്കുകയാണ് അവർ. അതുപോലത്തെ മുസ്ഹഫ് നമുക്ക് വരാണ്ടോ? ഇല്ലല്ലോ. മുസ്ഹഫ് ഉസ്മാനിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഖുർആൻ പറഞ്ഞ വിശ്വാസം തന്നെയാണ് ഹത്താ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയുള്ള ഈ ഉമ്മത്തിന്റെ മുന്നിൽ നമുക്ക് സ്ഥാപിക്കാനുള്ളത്.